ഡെങ്കിപ്പനി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മാതിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉറവിട നിരീക്ഷണം ഊർജിതമാക്കി. വാർഡ് വികസന സമിതി യോഗത്തിൽ ഉയർന്ന പരാതിയെ തുടർന്ന് കരിയാപ്പ് ഭാഗത്തെ നിർമ്മാണ പ്രദേശങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ കെട്ടിക്കിടന്ന ടയറുകൾ, ബാരലുകൾ, ഉപയോഗശൂന്യമായ ടാങ്കുകൾ, ക്ലോസറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിൽ കൊതുക് പെരുകുന്നതായി കണ്ടെത്തി. കൂടാതെ ക്വാർട്ടേഴ്സ് പരിസരങ്ങളിൽ ഭക്ഷ്യ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. എലി, തെരുവുനായ്ക്കൾ എന്നിവയുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. സ്ഥലമുടമകളെ നേരിൽ കാണാൻ സാധിക്കാത്തതിനാൽ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരമുള്ള നോട്ടീസ് കെട്ടിടത്തിന് പുറത്ത് പതിപ്പിച്ചു. കൊതുക് വളരുന്ന സാഹചര്യം ഒരുക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ ഇനി മുൻകൂട്ടി അറിയിപ്പില്ലാതെ നേരിട്ട് കോടതി നടപടികളിലേക്ക് നീങ്ങുമെന്നും ആരോഗ്യവകുപ്പ് കർശന മുന്നറിയിപ്പ് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് KT, ആശാപ്രവർത്തകരായ ജയന്തി K, യശോദ PV എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പരിധിയിൽ കരക്കാട് എന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സാമഗ്രികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിശോധനയിലായിരുന്നു. ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഉടമസ്ഥർ കൂടുതലായിട്ടും ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടയറുകൾ, അതുപോലെ തന്നെ വീപ്പക്കുറ്റികൾ, ടാങ്കുകൾ, സിമൻറ്റ് ടാങ്കുകൾ നിർമ്മിച്ച ഇവയൊക്കെ തന്നെ വളരെയധികം കേന്ദ്രങ്ങളിൽ ധാരാളം കൊതുകിൻ്റെ ഉറവിടങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡയറക്ടർ ന്യൂസ്, കരിവള്ളൂർ.